വെൽക്കം ബാക്ക്. ഒരു കോച്ച് ആകാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്? ഒരു കോച്ച് എങ്ങനെയുള്ള ആളായിരിക്കണം? അല്ലെങ്കിൽ എന്തെല്ലാം ക്വാളിറ്റീസ് ആണ് ഒരു കോച്ചിന് വേണ്ടത്? ഞാൻ ഇന്നിവിടെ 7 ക്വാളിറ്റീസ് ആണ് ഒരു കോച്ചിന് വേണ്ട യോഗ്യതയായിട്ട് പറയുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഒരു കോച്ച് നല്ല ലിസണർ ആയിരിക്കണം. ലിസണിങ് പല തരത്തിലുണ്ടല്ലേ. ആക്റ്റീവ് ആൻഡ് പാസീവ് ലിസണിങ്. ഒരു ആക്റ്റീവ് ലിസണർ ആയിരിക്കണം, ഒരു പാഷനേറ്റ് ലിസണർ ആയിരിക്കണം. നമ്മൾ അതായത് കോച്ച് സംസാരിക്കുമ്പോൾ ഇന്റർഫിയർ ചെയ്യാതെ പേഷ്യൻസോടുകൂടി ശ്രദ്ധിക്കാൻ കഴിവുള്ള ഒരു ക്വാളിറ്റി നമുക്കുണ്ടാവണം. ലിസണിങ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കോച്ചാകാൻ നിങ്ങൾ തയ്യാറാകാൻ പാടുള്ളൂ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഒരു ലേണർ ആയിരിക്കണം. ലൈഫ് ലോങ് ലേണർ ആകുക എന്നുള്ളതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ്. അതായത് പഠിച്ചുകൊണ്ടേയിരിക്കണം. ഒരു കോച്ച് അല്ലെങ്കിൽ ലൈഫ് കോച്ച് ആയി കഴിഞ്ഞാൽ അവിടെ തീർന്നില്ല. സത്യത്തിൽ ഒരു കോച്ചിങ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ അവിടെ തുടങ്ങുകയാണ്. വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ച് അപ്ഡേഷൻസ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു മേഖലയാണ് കോച്ചിങ്. കാരണം ആളുകളുടെ ജീവിതം ദിവസം തോറും മാറുകയാണ്. പെർസെപ്ഷൻസ് മാറുന്നു, തോട്ട്സ് മാറുന്നു, ഫെസിലിറ്റീസ് മാറുന്നു, എൻവയോൺമെന്റ് മാറുന്നു, തോട്ട് പ്രോസസ്സ് മാറുന്നു. അതിനനുസരിച്ച് ഓരോ കോച്ചും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു കോച്ച് ആണെങ്കിൽ മരിക്കുന്നത് വരെ പഠിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ലൈഫ് ലോങ് ലേണർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല കോച്ചാകാം. മൂന്നാമത്, എന്തൂസിയാസം. ബാക്കിയുള്ള ഒരു ഇൻഡസ്ട്രി പോലെയല്ല, ഒരു കോച്ച് എന്ന് പറയുന്ന ഒരു എന്തൂസിയാസ്റ്റിക് പേഴ്സൺ ആയിരിക്കണം. കാരണം നമ്മൾ നമ്മുടെ കോച്ചിയുടെ റോൾ മോഡലാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു സിറ്റുവേഷനെ കാണുന്നത്, നമ്മൾ എങ്ങനെയാണ് ഒരു സിറ്റുവേഷനെ അപ്രോച്ച് ചെയ്യുന്നത്, ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലേക്ക് എടുക്കുന്നത്, ഒരു പ്രശ്നം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ഒരു കറക്റ്റ് ഡിസിഷൻ എങ്ങനെയാണ് എടുക്കുന്നത്, ഇതെല്ലാം നമ്മൾ റോൾ മോഡലാണ്. നമ്മളൊരു ലീഡറാണ്. അപ്പൊ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമ്മളുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കോച്ചീസ് അല്ലെങ്കിൽ ക്ലയൻസ് നമ്മളെയാണ് ആദ്യം നോക്കി പഠിക്കുന്നത്. ഒരു എന്തൂസിയാസം ഉള്ള, എനർജി ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ കഴിവുണ്ടെങ്കിൽ മാത്രം കോച്ചിങ് പ്രൊഫഷനിലേക്ക് വരാൻ പാടുള്ളൂ. നിങ്ങളുടെ എനർജി എപ്പോഴും ഹൈ ആയിരിക്കണം. ഹൈ ഫ്രീക്വൻസിയിൽ നിൽക്കണം. ഒരു കോച്ച് എപ്പോഴും ഹൈ ഫ്രീക്വൻസിയിലായിരിക്കണം. എപ്പോഴും നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു കരിഷ്മ ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു കോച്ച്. അപ്പൊ ആ കോച്ചിന്റെ അടുത്ത് നിന്നാൽ എന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആ കോച്ചിന് കഴിയുമെന്നൊരു ഫീലിംഗ് ആ ക്ലയന്റിന് അല്ലെങ്കിൽ കോച്ചിക്ക് കൊടുക്കുന്ന രീതിയിലുള്ള കരിഷ്മ നമുക്കുണ്ടാകണം. എനർജി ഉണ്ടായിരിക്കണം. എലിവേറ്റഡ് ഇമോഷൻ ആയിരിക്കണം. ആ എനർജിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. അത് ഇത്രയും പോയിന്റ്സ് ആണ്. അപ്പൊ ഞാനൊന്ന് റീക്യാപ്പ് ചെയ്യാം ഇതെല്ലാം കൂടി. നമ്പർ 1, ഒരു ഗുഡ് ലിസണർ ആയിരിക്കണം. നമ്പർ 2, ഒരു ലൈഫ് ലോങ് ലേണർ ആയിരിക്കണം. നമ്പർ 3, ബോൾഡ് എന്തൂസിയാസ്റ്റിക് ആയിരിക്കണം. നമ്പർ 4, എനർജി, ഹൈ എനർജി ഉള്ള ആളായിരിക്കണം. നമ്പർ 5, ഇതൊരു ഹെൽപ്പിംഗ് സർവീസ് ആണെന്ന് എപ്പോഴും റിമൈൻഡ് ചെയ്യണം നിങ്ങളുടെ ഉള്ളിൽ. നമ്പർ 6, വിഷൻ ആൻഡ് പർപ്പസ് നിർബന്ധമായുള്ള ആളായിരിക്കണം. ആൻഡ് നമ്പർ 7, റെഡി ടു ഇൻവെസ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾക്കറിയാമല്ലോ, കോച്ചിങ് എന്ന് പറയുന്നത് ഒരു ഹെൽപ്പിംഗ് സർവീസ് ആണ്. അത് മറ്റൊരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്നത് പോലെ അല്ല കോച്ചിങ് എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും നമ്മളുടെ മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. നമ്മൾ ഡൗൺ ആയി പോകുക അല്ലെങ്കിൽ നമ്മുടെ കോച്ചീസിന്റെ മുന്നിൽ, ക്ലയൻസിന്റെ മുന്നിൽ നമ്മുടെ ഇമോഷണൽ ബാഗേജസ് എടുത്ത് ഇടേണ്ടി വരിക അല്ലെങ്കിൽ ആ ഇമോഷണൽ ബാഗേജസുമായിട്ട് ലിവ് ചെയ്യേണ്ടി വരിക, അത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റും നമ്മുടെ എനർജിയും നമ്മുടെ ഇമോഷൻസും നമ്മളുടെ കാഴ്ചപ്പാടും എല്ലാം വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്നു ഈ കരിയറിനെ സംബന്ധിച്ച്. ഞാൻ പറഞ്ഞു, ഇതൊരു ഹെൽപ്പിംഗ് പ്രോസസ് ആണ്. അപ്പൊ ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഇവിടെ ഉണ്ടാകും. ഒരു സർവീസ് ഇൻഡസ്ട്രി പോലെയാണ് ഇവിടെ വർക്ക് ചെയ്യേണ്ടത്. ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ്. ചിലപ്പോൾ നമ്മുടെ ഒരു കോച്ച് എസ്പെഷ്യലി മെന്ററിംഗിലേക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ രാത്രിയായിരിക്കും നമ്മളെ കോൾ ചെയ്യുക. ഏതെങ്കിലും ഒരു അർജന്റ് സമയത്ത് കോൾ ചെയ്യുമ്പോൾ, മെന്ററിംഗിന്റെ കേസാണ് ഞാൻ ഇവിടെ പറയുന്നത്, നമ്മൾ തീർച്ചയായിട്ടും റെസ്പോൺസ് കൊടുക്കണം, റിപ്ലൈ കൊടുക്കേണ്ടി വരും. ഇപ്പൊ മെന്ററിംഗ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ സഹായിക്കേണ്ടി വരും. അവിടെ ടൈം നോക്കിയിട്ട് കാര്യമില്ല. കോച്ചിങ് പ്രോസസ്സിൽ വേണമെങ്കിൽ നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാം. കോച്ചിങ്ങിന് ഇത്ര സെഷൻ കഴിഞ്ഞാൽ നമുക്ക് കോച്ചിങ്ങുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ക്വിറ്റ് ചെയ്യാം. പക്ഷെ മെന്ററിംഗിൽ അങ്ങനെയല്ല. കോച്ചിങ്ങും മെന്ററിംഗും ഡിഫറെന്റ് ആണ്. അത് എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അങ്ങനെ നമുക്കൊരു സർവീസ് കൊടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. അതുപോലെ പ്രധാനപ്പെട്ടതാണ് അടുത്ത പോയിന്റ്, നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കും. നമ്മുടെ കോച്ച് അല്ലെങ്കിൽ നമ്മുടെ ക്ലയന്റ് അവർ പല പ്രശ്നത്തിലും പല സാഹചര്യങ്ങളിൽ നിന്നായിരിക്കും വരിക. അവരുടെ പ്രോബ്ലം ഒരു പക്ഷേ നമ്മൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അല്ലെങ്കിൽ അവരുടെ ഗോൾ അല്ലെങ്കിൽ അവര് ഇത്രയും കാലം യൂസ് ചെയ്തിരുന്ന ഒരു പാത്ത്, അതൊക്കെ നമുക്ക് അക്സെപ്റ്റബിൾ ആകണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ജഡ്ജ്മെന്റൽ ആകാൻ പാടില്ല. നമ്മൾ റൈറ്റ് സൊല്യൂഷൻ എടുക്കാൻ അവരെ പ്രാപ്തരാക്കുന്നതാണ് കോച്ചിങ് പ്രോസസ്സിൽ ചെയ്യുന്നത്. റൈറ്റ് ഡിസിഷൻ എടുപ്പിക്കുക, ക്ലാരിറ്റി കൊടുക്കുക, കറേജ് കൊടുക്കുക, കൺസിസ്റ്റൻസി
കൺസിസ്റ്റന്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് കോച്ചിങ് പ്രോസസ്സിൽ നടക്കുന്നത്. ഒരു നല്ല കോച്ച് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിഷനും പർപ്പസും ഉണ്ടാകണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ്, അത് അലൈൻഡ് ആയിരുന്ന ഒരു കോച്ച് ഒരു ഗ്രൗണ്ടഡ് ആയിരിക്കും. ആ ഒരു കോച്ചിന്റെ അടുത്തേക്ക് ആളുകൾക്ക് തീർച്ചയായിട്ടും എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കോച്ചിങ് ആയിരിക്കും ലഭിക്കുക. അവർക്ക് കോച്ചിങ്ങിനെ കുറിച്ച് ഒരു മിഷനുള്ള ഒരു കോച്ച് എന്ന് പറയുന്നത് കോച്ചിങ്ങിനെ കുറിച്ചും മനുഷ്യനെ കുറിച്ചും അവരുടെ സ്വപ്നങ്ങളെ കുറിച്ചും ഗോളിനെ കുറിച്ചും ഒക്കെ വൈഡ് പെർസ്പെക്റ്റീവ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ അവർക്ക് അവരെ ഒരു പർപ്പസ് അല്ലെങ്കിൽ മിഷൻ ഒക്കെ ഉള്ള ഒരു കോച്ച് ആകുമ്പോൾ നമുക്ക് ആ തരത്തിലുള്ള ഒരു കോച്ചിന്റെ കീഴിൽ കോച്ചിങ് പഠിക്കുന്നത് കൊണ്ട് നമുക്കത് പകർന്നു കിട്ടും. ആ തരത്തിലുള്ള വിസ്ഡം പകർന്നു കിട്ടുന്ന തരത്തിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കോച്ചിന്റെ അടുത്ത് മാത്രം എസ്പെഷ്യലി കോച്ചിങ് പ്രോഗ്രാം, അത് ലൈഫ് കോച്ചിങ് പ്രോഗ്രാം പോലെയുള്ള പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു റിക്വസ്റ്റ് എനിക്കുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ പറയും അതിന്റെ സർട്ടിഫിക്കേഷന്റെ കാര്യം പറയും. പക്ഷേ സർട്ടിഫിക്കേഷനേക്കാൾ ഉപരി സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. ഒരു അതോറിറ്റി ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിക്കുന്നത് നല്ലതാണ്. അവിടെ ലഭിക്കുന്ന ട്രെയിനിങ് ഏത് തരത്തിലുള്ളതാണ്, അതുപോലെ എങ്ങനെയാണ് കോച്ചിങ് തരുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് അതോറിറ്റേറ്റീവ് ആണോ അല്ലെങ്കിൽ ഓത്തന്റിക് ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ ചെക്ക് ചെയ്തിട്ട് മാത്രമായിരിക്കണം ലൈഫ് കോച്ചിങ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിന് പോകേണ്ടത്. കൊച്ചിയിലെ സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസ് വർഷങ്ങളായിട്ട് ലൈഫ് കോച്ചിങ്ങും വിമൺ കോച്ചിങ്, സ്റ്റുഡൻസ് കോച്ചിങ്, പ്രീ മാറ്റൽ ആൻഡ് പോസ്റ്റ് മാറ്റൽ കോച്ചിങ് എന്നീ നിരവധി സർട്ടിഫിക്കേഷൻ ഗ്രാജുവേഷൻ പ്രോഗ്രാംസ് നടത്തി വരുന്നുണ്ട്. ലാസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം ലൈഫ് കോച്ചിങ് എന്ന് പറയുന്ന ഒരു കരിയർ ഓപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഇൻവെസ്റ്റ്മെന്റ് എത്രത്തോളം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടാകും, നിങ്ങൾ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആകും, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് റൈസ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്രയ്ക്ക് നിങ്ങൾക്ക് മണി ഉണ്ടാക്കാൻ പറ്റും. ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിലാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. അപ്പൊ ഈ ക്വാളിറ്റീസ് ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫ് കോച്ചിങ് എന്ന് പറയുന്ന ഒരു മേഖല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോച്ചിങ് മേഖല നിങ്ങൾക്ക് 100% ഫിറ്റ് ആയിരിക്കും. ആ തരത്തിലുള്ള ഒരു കരിയർ ഓപ്റ്റ് ചെയ്യുന്നത് ഇനി വരുന്ന വർഷങ്ങളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കരിയർ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്നോടൊപ്പമുള്ള ലിങ്കിലോ അല്ലെങ്കിൽ നമ്പറോ ഉപയോഗപ്പെടുത്താവുന്നതാണ്. താങ്ക് യു സോ മച്ച്.